നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ റഹീമിനെ പഠിപ്പിക്കുന്നോളാ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല. എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദകേട് കാണിച്ചിട്ട് ചിരക്കുന്നോളാ. വേണ്ട വേണ്ട. എന്താ നിങ്ങൾ എന്തേ കാണിക്കുന്നു? ഞാൻ നിരവരാധിയ സാറേ. ഞാനല്ല, അയാളാണ്. ഞാൻ പറയട്ടെ. ജയിലിനകത്ത് എല്ലാവരും കുറ്റവാളികൾ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. അത് തെറ്റിക്കുന്നവനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. സർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അയാൾ ഇങ്ങോട്ടേക്ക് വന്ന് വഴക്കുണ്ടാക്കിയതാ. ഒരു കാരണമില്ലാതെ തന്റെ നേരെ വന്ന് വഴക്കുണ്ടാക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. ഞാൻ സാറിനെ കാണാൻ വരായിരുന്നു. അപ്പോ അയാൾ എനിക്കെതിരെ വന്ന് എന്റെ ശരീരത്തിലിടിച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ദൃക്സാക്ഷികളായ പോലീസുകാരും മറ്റു ജയിൽ പുള്ളികളും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കും സർ. എന്ത് ഗൂഢാലോചന? താൻ ജയിലുദ്യോഗസ്ഥരുടെ നേരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാലുണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സർ, ഇയാൾ മനഃപൂർവ്വം പറയുന്നതാണ് സർ. ഇയാളെന്തോ മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ ആ റഹീമിനോട് ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നു. സർ, അങ്ങനെയല്ല സർ. താൻ ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നോ? വിചാരണ തടവുകാരനായ തനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ജയിലിനകത്ത് പ്രകോപനപരമായി പെരുമാറുകയും മറ്റൊരാളെ കൊല്ലാനുമാണ് താൻ ശ്രമിച്ചത്. സർ, അതുകൊണ്ട് തനിക്ക് അനുവദിച്ച ഈ ജാമ്യ ഹർജി ക്യാൻസൽ ചെയ്യാതെ എനിക്ക് വേറെ വഴിയില്ല. തനിക്ക് പോകാം. സർ, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് സർ. നാളെ എന്റെ മകളുടെ കല്യാണമാണ്. സാർ, ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ മകളെയും അവളെ താലി ചാർത്തുന്ന പുരുഷനെയും അനുഗ്രഹിക്കേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ കടമയാണ്. താൻ എന്ത് പറഞ്ഞാലും എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താലും തന്നെ വിടാൻ നിയമം അനുവദിക്കുന്നില്ല. സാർ, എല്ലാം കൊണ്ടും തകർന്നു പോയ അച്ഛനാണ് സാർ ഞാൻ. താൻ തകർന്നു പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദി താൻ തന്നെയാണ്, ഞങ്ങളാരുമല്ല. സ്വന്തം മകളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിവാഹത്തലേന്ന് താൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? അപ്പോ താൻ ചെയ്ത തെറ്റിന് താൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. സാർ, ഒരച്ഛന്റെ വേദന സാർ മനസ്സിലാക്കണം. എന്റെ മകളുടെ കൈ പിടിച്ച് മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കാൻ ഞാനുണ്ടാവണം. സാർ, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. എടോ, തടവ് പുള്ളികളായ ക്രിമിനലുകളുടെ മുമ്പിൽ അലിയാൻ പാകത്തിലുള്ള മഞ്ഞുകട്ടയല്ല എന്റെ മനസ്സ്. ഇതിനകത്ത് കയറിയതോടെ മനസ്സൊരു കരിങ്കല്ലായി മാറി. അങ്ങനെ മാറ്റി. സാർ, മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരച്ഛനാണ് ഞാൻ. ഈ കല്യാണത്തിലെങ്കിലും പങ്കെടുക്കാൻ സാർ എന്നെ ഒന്ന് അനുവദിക്കണം. പിടിച്ചോണ്ട് പോണോ? സാർ, പ്ലീസ്. സാർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.